ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടി പോയി. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് ദിവസമായിട്ട് അതിന് വയ്യായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ സമയത്ത് ചെന്ന് നോക്കിയപ്പോൾ അതിന് മുന്നേ അമ്മ പറഞ്ഞു പട്ടിക്കുട്ടി ഇല്ല, ചത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയ സമയത്ത് ശരീരം മൊത്തമേ ഒരുമാതിരി തണുത്ത്, പിന്നെ അതിൻ്റെ കണ്ണൊക്കെ ഒന്ന് തുറന്നു തന്നെ ഇരിക്കുകയാണ്. ശരീരം മൊത്തം ഒരു തണുത്ത് മരവിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് പമ്പ് ചെയ്ത് നോക്കിയതാണ്. ഇല്ല, അത് ചത്തു. ശരിക്കും അവന് ഒരു ബുദ്ധിമുട്ട്, അതായത് ആദ്യമൊക്കെ ആണെങ്കിൽ ഒരു ചെറുതായിട്ടൊരു പനി പോലെ, ഒരു ശരീരം അത്യാവശ്യം ചൂട് വന്നിട്ട് കണ്ണിൽ കൂടെയൊക്കെ വെള്ളമൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ വന്നു തുടങ്ങി. അപ്പം ഞാൻ, എൻ്റെ അമ്മ ഒരു ജനറൽ നേഴ്സായിരുന്നു. നേരത്തെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ അതുമല്ല, നമ്മൾ വീട്ടിൽ നമ്മൾക്ക് എന്താണ് പാരസെറ്റമോൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാരസെറ്റമോൾ അതിൻ്റെ ഒരു കുഞ്ഞു കഷ്ണം പൊടിച്ചിട്ട് കുറച്ച് കഞ്ഞിവെള്ളത്തിൽ കലക്കിയിട്ട് അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ചൂടൊക്കെ ശരീരത്തു നിന്ന് മാറി കുറച്ച് ഉഷാറായിട്ട് വന്നതാണ് കേട്ടോ. മിനിഞ്ഞാന്ന് ഉഷാറായിട്ട് വന്നതാണ് ആൾ. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലെ തൊട്ടുള്ള വീഡിയോസ് ഞാൻ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതിന് പാരസെറ്റമോളൊക്കെ കഴിച്ചിട്ട് അത് കൊടുത്തിട്ടൊന്നും വലിയ ഒരു ചൂടൊക്കെ മാറി ഒന്ന് റെഡിയായിട്ട് വരുമായിരുന്നു. പിന്നെ ഞാൻ അതിനൊരു എവിടെയോ അത് ഇങ്ങനെ അനങ്ങാതിരിക്കുവാണ്. പാലൊക്കെ കുടിക്കുന്ന കാണുന്നുണ്ട്, പക്ഷെ എന്നാലും വലിയ ഉഷാറൊന്നുമില്ല. അങ്ങനെ ഞാൻ നോക്കിയ സമയത്ത് ഞാൻ വൈകുന്നേരം സ്ലറി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഈ പച്ചക്കറിക്കൊക്കെ. അത് നമ്മുടെ കുറച്ച് പച്ചിലകളെല്ലാം കൂടി കഞ്ഞിവെള്ളത്തിൽ വെച്ചിട്ട് അത് നേർപ്പിച്ച് ഒഴിക്കുക. അപ്പോൾ ഇത് എന്നോട് ഭയങ്കര അടുപ്പമാണ് ഈ പട്ടിക്കുട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ടേക്കൊക്കെ വരും. പിന്നെ അങ്ങനെ ഞാൻ നോക്കിയ സമയത്ത് ഇത് ഞാൻ കണ്ടില്ല. അമ്മയാണ് പിന്നീട് പറഞ്ഞത്, ഞാൻ ഈ സ്ലറിയൊക്കെ ഒഴിച്ച സമയത്ത് അത് നിലത്ത് വീണ സമയത്ത് അത് നക്കി കുടിച്ചെന്ന് പറഞ്ഞു. അത് പിന്നെ പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിൻ്റെ ആണോ ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയത്തില്ല. അത് മാത്രമല്ല, എനിക്കറിയത്തില്ല അത് ഈ മറ്റേ അതിനെ അപ്പിയിടാൻ വേണ്ടിയിട്ടൊക്കെ അത് ഈ നമ്മുടെ കൂർക്കയൊക്കെ നട്ടേക്കുന്നതിൻ്റെ അവിടോട്ടോ അല്ലെങ്കിൽ ഈ കരിയിലയുടെയൊക്കെ ഇടയ്ക്കോട്ട് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ അന്നേരം ഈ കൂർക്കയുടെയൊക്കെ ഇല തിന്നുന്നതും ഒക്കെ കാണാം. അപ്പോൾ അങ്ങനെ സാധാരണ അതിന് ഈ പട്ടികൾക്കൊക്കെ വയറ്റുന്നോ ഉണ്ടാകുമ്പം ഇങ്ങനെ പച്ചിലകളൊക്കെ കഴിക്കുന്നത് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അതിനെന്തെങ്കിലും ദഹനക്കേടിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കും, അതുകൊണ്ടൊക്കെ ആയിരിക്കുമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഇതിങ്ങനെ അഥവാ കുടിച്ചിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചു അത് വലിയ കാര്യമൊന്നുമില്ല, കാരണം ഈ പട്ടികളൊക്കെ എന്തൊക്കെ തിന്നുന്നതാണ്, അപ്പം അതൊന്നും വലിയ കുഴപ്പമില്ലെന്നാണ് നമ്മൾ വിചാരിച്ചത്. ഇന്നലെ രാവിലെ തൊട്ട് മിനിഞ്ഞാന്ന് അതാണെങ്കിൽ നമ്മുടെ ഈ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വീടിൻ്റെ പുറകിൽ ഷെഡിലാണ് അതിനെ കിടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ നടന്നൊക്കെ കഴിഞ്ഞ സമയത്ത് അത് പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു തുടങ്ങി. പിന്നെ അവസാനം നമ്മൾ ഈ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ സിറ്റ് ഔട്ടിൽ ഈ പട്ടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനിടയിലായി. അപ്പോൾ ആദ്യം വിചാരിച്ച് വിൻ്ററൊക്കെ ആയതുകൊണ്ട് തണുക്കുന്നതുകൊണ്ട് അത് പ്രത്യേകിച്ച് അത് എവിടെയെങ്കിലും മൂലയ്ക്ക് ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്നൊരു പട്ടിക്കുട്ടിയാണ്. അപ്പോൾ അത് മറച്ചു വെച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൂട്ടൊക്കെ കയറി ഇരിക്കും. അപ്പോൾ നമ്മൾ രാവിലെ അതിനെ കാണും, അതിനെ എടുത്ത് മാറ്റും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ എന്നാലും അത് അവിടെ നിന്ന് മാറത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ചു. 2-3 ദിവസം അത് അവിടെ തന്നെയാണ്. ചിലപ്പം രാവിലെ അതിൻ്റെ അമ്മ അതിനെ വിളിച്ചുകൊണ്ട് എവിടെയോട്ടെങ്കിലും മാറി കിടക്കുന്നതൊക്കെ കാണാം. മിനിഞ്ഞാന്ന് രാത്രിയിൽ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ട് സിറ്റ് ഔട്ടിൽ ഒരാളിരിക്കുന്നു. നോക്കിയപ്പോൾ ഉണ്ട് അതിങ്ങനെ കണ്ണ് മിഴിച്ച് എന്നെ നോക്കിയിരിക്കുന്നു സിറ്റ് ഔട്ടിൽ. അപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൽ അങ്ങനെ പട്ടിക്കുട്ടി ആരെയും അങ്ങനെ പട്ടിയൊന്നും അങ്ങനെ കടത്താത്തത് കൊണ്ട് ഞാൻ പിന്നെ അതിനെ രാത്രിയിൽ അതിനെ കൊണ്ട് ഷെഡിൽ കൊണ്ട് കിടത്തി. പക്ഷേ വീണ്ടും അത് അവിടോട്ട് തന്നെ വന്നു. ഇന്നലെ രാവിലെയും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ സമയത്ത് അതിന് മറ്റേ ഇക്കിള് പോലെ വന്നേ. ഇക്കിള് പോലെ ഇങ്ങനെ വയറിൻ്റെ അവിടെ വല്ലാത്ത ഇടുപ്പ്. പിന്നെ വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിങ്ങനെ കരയുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു വയറുന്നോ വല്ലതും ആയിരിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് പണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഞാൻ ഒത്തിരി ബിസിയായി. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് പോകാനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഞാനും തിരക്കായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ പോകാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് ഈ പട്ടിക്കുട്ടിയെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഉണ്ടല്ലോ നമ്മുടെ ആ വീട്ടിലേക്ക് ആ പണിക്ക് വന്ന ആൾക്കാർ വന്നപ്പോൾ തന്നെ ഇതവിടെ ചുരുണ്ട് കൂടിക്കിടന്ന പട്ടിക്കുട്ടിയാണ്. ഇത് പെട്ടെന്ന് അവരെ കണ്ടിട്ട് കുരച്ചു ആ വയ്യാതിരിക്കുന്നതിനിടയിൽ. എന്നിട്ട് ഞാൻ അതിനെ ഇടയ്ക്ക് പാല് കുടിച്ച് തികട്ടി. പിന്നെ നമ്മൾ കഞ്ഞി വെള്ളത്തിൽ കുറച്ച് വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളി കലക്കിയിട്ട് ചുട്ടിട്ട് അതിങ്ങനെ കലക്കിയിട്ട് അതിന് പാലിൽ കുറച്ചൊക്കെ ഒഴിച്ചു കൊടുത്തു. ഗ്യാസ് ട്രബിളിന് എന്തെങ്കിലും പ്രശ്നമാണെന്നൊക്കെ വിചാരിച്ചിട്ട്.
എനിക്ക് ഈ പട്ടിയൊന്നും കെയർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. ഉച്ച വരെ അതിന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ പാലൊന്നും കുടിക്കുന്നില്ല, അത് ഒരിടത്ത് തന്നെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പം കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ഗ്ലൂക്കോസ് കലക്കിയിട്ട് അതിന് കൊടുത്തു. അപ്പോഴും അതിന് ഇക്കിളുണ്ട്, വയറുവേദനയായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരം അതിൻ്റെ അടുത്ത് ഇരുന്ന് അതിനെ കെയറൊക്കെ ചെയ്തു. അപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ കുറച്ച് നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ കമൻറ്റ് ഇട്ടത് അതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മരുന്നൊക്കെ അറിയാമോ എന്നുള്ളത്. എനിക്കിപ്പോൾ അന്നേരം അതിനെ ഡോക്ടറെ കൊണ്ട് കാണിക്കാനായിട്ട് പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ മേടിച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം ആരും അങ്ങനെ റിപ്ലൈ ഒന്നും ചെയ്തില്ല. പിന്നെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി. കുട്ടികൾക്കൊക്കെ ദഹനക്കേട് വരുന്ന സമയത്ത് അതിങ്ങനെ ഛർദ്ദിക്കുകയും അതുപോലെ തന്നെ കരയുകയും അങ്ങനെയൊക്കെ സ്റ്റൂള് പോകുന്ന സമയത്ത് അതിന് വേറൊരു കളറ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ എനിക്ക് തോന്നുന്നു 2-3 ദിവസമായിട്ട് അതിൻ്റെ വയറ്റിൽ നിന്ന് അങ്ങനെ സ്റ്റൂള് പോകുന്നുണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നലെ അത് സ്റ്റൂള് പോയി കഴിഞ്ഞിട്ട് വല്ലാതെ ഇങ്ങനെ സീഷർ പോലെ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു മരിച്ചു പോകാനായിരിക്കും എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ അതിനെ പൊക്കിയെടുത്തിട്ട് വന്ന് അതിനെ തടവുകയും അതിൻ്റെ നെഞ്ചൊക്കെ തടവുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണ് ഓക്കെ ആയി വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല എന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ ഉച്ച വരെ അത് വല്ലാതെ വയറുവേദന എടുത്തിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് തള്ളപ്പട്ടി വന്നിട്ട് അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതും ആ പട്ടിക്കുട്ടിയുടെ അടുത്ത് വന്നിട്ട് ഇരിക്കുകയാണ്. അതതിനെ നക്കി തുടയ്ക്കുന്നതും ഒക്കെ ഉണ്ട്. പക്ഷെ ആ കുഞ്ഞ് എന്തൊക്കെയോ അതിനെ കെയർ ചെയ്യണം. അപ്പം നമ്മൾ ബാക്കി എത്ര പേരെന്നെ കെയർ ചെയ്താലും അതിൻ്റെ അമ്മ തന്നെ അടുത്ത് വരണമല്ലോ. അപ്പോൾ അത് തള്ളപ്പട്ടി വന്നിട്ട് അതിനെ കുറേ നക്കുകയും തുടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എനിക്കൊന്ന് വയറ്റിനുള്ളിൽ എന്തോ പ്രശ്നമുണ്ട്, കരയൊക്കെയാണ്. ഞാനും കുറച്ച് നേരമൊക്കെ അതിനെ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിന് ഗ്ലൂക്കോസ് ഇങ്ങനെ കഞ്ഞിവെള്ളത്തിൽ കലക്കി അതിനെ കുടിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് അത്യാവശ്യമായിട്ട് ഒരിടത്ത് പോകണം, അതിൻ്റെ കുറച്ച് തിരക്ക് കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ പോകുന്നതിന് മുന്നായിട്ട് ഞാൻ അതിനെ കിടത്തിയിരുന്ന സ്ഥലത്തല്ല അത് പിന്നെ വന്ന് കിടന്നത്. ഞാൻ അവിടെ എല്ലാം നോക്കി നടക്കുക. അപ്പോഴാണ് അതിനെ കണ്ടു ഒരിടത്ത് കിടക്കുന്ന കണ്ടു. അപ്പോൾ പിന്നെ അതിന് നടക്കുന്നതിനും ഒന്നും വലിയ പ്രശ്നം തോന്നിയില്ല. എന്നിട്ട് ഞാൻ പോകുന്നതിൻ്റെ സമയത്ത് ഞാൻ അതിനോട് പറഞ്ഞു ഞങ്ങൾ ഒരിടം വരെ പോവുകയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഗ്രോ ബാഗിൽ ഇഞ്ചിയൊക്കെ നട്ടേക്കുന്നതിൻ്റെ അവിടെ ആ ഒരു സൈഡിലായിട്ടൊരു ബേസനിലാണ് കിടത്തിയിട്ട് പോകുന്നത്. ഇന്നലെ നല്ല മഴയായിരുന്നു. ഇന്നലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ശരിക്കും ഇന്നലത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു വളരെ വൃത്തികെട്ട ഒരു ശനിയാഴ്ചയായിരുന്നു. വല്ലാത്തൊരു വൃത്തികെട്ട ദിവസം എന്ന് വെച്ചാൽ ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. പിന്നെ അതിന് നമ്മളൊരാളെ വിളിച്ചുകൊണ്ട് വന്നു. ഇതിന് മരുന്നും കൂടെ മേടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. രണ്ടാമത് നമ്മളൊരു സാധനം എടുത്തില്ല, അതിന് വീണ്ടും വണ്ടിയിൽ നമ്മൾ വന്നു. വണ്ടിയിൽ സാധനം എടുത്തിട്ട് വീണ്ടും പോയി. അങ്ങനെ കുറച്ച് താമസിച്ചു. പിന്നെ നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ ഒന്ന് പോയിട്ട് വന്ന് കഴിഞ്ഞപ്പോഴാണ് വീട്ടിലോട്ട് വരാറായി. അപ്പോഴേക്കും സന്ധ്യയായി, ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് നമ്മൾ മരുന്നും മേടിച്ചു, പട്ടിക്കുട്ടിക്കുള്ള മരുന്നും മേടിച്ചുകൊണ്ട് വന്ന ആ ഒരു സമയത്ത് നല്ല മഴയാണ്. പക്ഷെ ഞാൻ സ്കൂട്ടർ ഓടിച്ച് എനിക്ക് എങ്ങനെയും വീട്ടിൽ വരണമെന്നാണ്. കാരണം പട്ടിക്കുട്ടിയെ മഴയത്ത് കിടക്കുകയാണോ എന്താണെന്ന് അറിയത്തില്ല. അതിൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് മനസ്സിന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്നെ കൊല്ലാതെ കൊന്നു. വണ്ടി നിർത്തി എവിടെയെങ്കിലും നിൽക്കാം. പക്ഷെ ഞാൻ അപ്പോഴും അമ്മ എന്നെ കുറേ വഴക്കുറയൊക്കെ ചെയ്തു. ഞാൻ സ്പീഡിൽ തന്നെ ആ മഴയത്ത് വണ്ടി ഓടിച്ചിട്ട് വീട്ടിൽ വന്നു. ഞാൻ നേരെ ചെന്ന് ഞാൻ ആ പട്ടിക്കുട്ടിയെ നോക്കിയപ്പോൾ അത് ആ മഴയത്തുണ്ടല്ലോ, ആ മഴവെള്ളം ഒലിച്ച് വരുന്നിടത്ത് അതവിടെ കിടക്കുകയാണ്. ഞാൻ വിചാരിച്ചു ചത്തെന്ന് വിചാരിച്ചു. പക്ഷെ ചെറുതായിട്ട് അതിൻ്റെ ശരീരത്തിൽ ഇടിപ്പുണ്ട്. പെട്ടെന്ന് തന്നെ ഞാൻ അതിനെ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ദേഹത്തൊക്കെ തുണിയെല്ലാം വെച്ച് തുടച്ചൊരു വൃത്തിയുള്ള സ്ഥലത്തോട്ട് അതിനെ മാറ്റി. പക്ഷെ അപ്പോഴേക്കും അതിൻ്റെ കണ്ണൊക്കെ കുറച്ചും കൂടി ഞാൻ ആ പോകുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു ഉന്മേഷം ഒന്നും തന്നെ അതിനില്ല. കണ്ണ് കുറച്ചുകൂടെ മാണ്ട്. പക്ഷെ അത് നോക്കുന്നുണ്ട്, എന്നെ നോക്കുന്നൊക്കെയുണ്ട്, കരയുന്നൊന്നുമില്ല. പിന്നെ ഞാൻ അതിനെ കുറച്ച് നേരം വന്ന് കിടത്തി. പിന്നെ നമ്മൾ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് അവർ പറഞ്ഞത് ഒരു ഗ്യാസ് ട്രബിളിൻ്റെ ഒരു മരുന്നാണ്. അത് ഞാൻ കൊടുത്തു. 2-3 തുള്ളി കൊടുക്കാനാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അത് ഗ്യാസിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് തികട്ടിയിട്ടുണ്ടായിരുന്നു, പതയ്ക്കുന്ന പോലെ, വായിലേ പതയ്ക്കുന്ന പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് എന്തെങ്കിലും പോയിസൺ, എന്തെങ്കിലും വിഷം ഉള്ളിൽ ചെന്നിട്ടാവാം അങ്ങനെ വന്നെന്നാണ് അവർ പറയുന്നത്. അപ്പം എന്ത് പോയി ചെന്ന് കഴിച്ചു എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ആകെ തോന്നുന്നത് ഇനി ആ സ്ലറിയുടെ വല്ലതും നക്കി കുടിച്ചതിൻ്റെ ആണോ എന്നറിയത്തില്ല. എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. ശരീരത്ത് നന്നായിട്ട് ഇടിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് കാണും, ജീവിച്ചിരിക്കുമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ അതിനെ നമ്മൾ
അതിനെ ഇട്ടിരിക്കുന്നിടത്ത് കുറച്ച് ഉറുമ്പൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിനെ സേഫായിട്ടൊരു സ്ഥലത്തോട്ട് അതിനെ മാറ്റി. അങ്ങനെ രാത്രി ഞാനൊരു 2 മണിയായി കിടന്നപ്പോൾ. അതിന് മുന്നേ ഞാൻ ഈ പട്ടിക്കുട്ടിയെ നോക്കിയ സമയത്ത് നമ്മൾ പുതച്ചൊക്കെ, ഒരു തണുപ്പൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ ഒരു ഷീറ്റൊക്കെ വെച്ച് പുതച്ചിട്ട് പകുതി ഭാഗം പുതച്ചിട്ടൊക്കെയാണ് അതിനെ കിടത്തിയത്. അതിന് ഇടുപ്പുമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ രാത്രിയിൽ കുറച്ചും കൂടി അതിന് മരുന്ന് കുറച്ചും കൂടെ കൊടുത്തു. ആദ്യം കൊടുത്ത സമയത്ത് തന്നെ പല്ല് ഫുള്ളിങ്ങനെ കടിച്ച് പിടിച്ചിരിക്കുമായിരുന്നു. മരുന്ന് കൊടുത്തൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഒന്നുകൂടി രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ അതിന് കുറച്ച് മരുന്നും കുറച്ച് ആ വെള്ളവും കൂടി, കഞ്ഞിവെള്ളമൊക്കെ കുറച്ചുകൂടെ കൊടുത്തു. അത് ഇറക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ മൂത്രം ഒഴിച്ചപ്പോൾ നല്ല ഈ സിറപ്പ് പോലത്തെ നല്ല മഞ്ഞ കളറിൽ മൂത്രമാണ് പോയത്. അപ്പോഴേക്കും അമ്മ പറഞ്ഞു, സാധാരണ ഈ മരിക്കുന്നതിന് മുന്നൊക്കെ ഇങ്ങനെ മോഷനൊക്കെ പാസ് ചെയ്യുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇനി അത് കാണത്തില്ല എന്ന് വിചാരിച്ചു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് കാണും, കുറച്ച് ഇടിപ്പുണ്ട്, അത് കണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. രാത്രിയിൽ ഒരു 1:30 ആയ സമയത്ത് ഞാൻ അതിനെ നോക്കുന്നുണ്ടായിരുന്നു. നോക്കിയ സമയത്ത് ശരീരത്തിൽ ഇങ്ങനെ ഇടിപ്പുണ്ടേ. രാവിലെ ആകുമ്പം ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ലേറ്റായിട്ടാണ് കിടന്നത്. എനിക്ക് രാത്രിയിൽ ഉറക്കമേ വരുന്നുണ്ടായിരുന്നില്ല. രാവിലെ എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ സ്വപ്നം കാണുവാണോ എന്താണോ എന്ന് എനിക്ക് അറിയത്തില്ല. പട്ടിക്കുട്ടിയുണ്ടോ ഞാൻ അമ്മയോട് അങ്ങോട്ട് വിളിച്ചും പറയുന്നുണ്ട്, പട്ടിക്കുട്ടിയുണ്ടോ, അതിനെ നോക്കിയോ, ജീവനോടുണ്ടോ. അമ്മ കേട്ടിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. വല്ലാത്തൊരു ഉറക്ക അവസ്ഥയിലേക്ക് ഇങ്ങനെ കിടക്കില്ല. അതുകൊണ്ട് നമുക്കൊരു സ്ലീപ്പ് പാരാലിസിസ് പോലെ, നമുക്ക് എഴുന്നേൽക്കാനും പറ്റുന്നില്ല. ഞാൻ ചെന്നിട്ട് രാവിലെ ചെന്ന് നോക്കി. അപ്പോഴേക്കും അമ്മ പറഞ്ഞു അത് തീർന്നെന്ന് പറഞ്ഞു. കണ്ണെല്ലാം തുറന്നിരിക്കുകയാണ്. ശരീരം മൊത്തം ഈ തണുത്തിട്ടേ, ശരീരത്തു നിന്ന് ജീവൻ പോകുന്ന സമയത്ത് തണുത്തിട്ട് ഭയങ്കര വെയിറ്റോട് കൂടി ശരീരം ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ ചെന്നിട്ട് പിന്നെയും ഇങ്ങനെ പമ്പിങ് ചെയ്തു, കുറേ നേരം പമ്പിങ് ചെയ്തു. ഇല്ല, അത് മരിച്ചു. അന്നേരമാണ് അമ്മ പറഞ്ഞത് രാവിലെ രാത്രിയിലെല്ലാം എൻ്റെ തള്ളപ്പട്ടി അതിൻ്റെ കൂടെ ആയിരുന്നു കിടന്നത്. തള്ളപ്പട്ടി അതിൻ്റെ അടുത്തുനിന്ന് ഒരു കരച്ചിലോട് കൂടി അത് പോയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അമ്മ ചെന്ന് നോക്കിയപ്പോൾ അത് മരിച്ചു എന്നാണ് മനസ്സിലായെന്ന് പറഞ്ഞു. എനിക്ക് പറയാനായിട്ടുള്ളതേ, ഈ ഡിസംബർ, അതായത് ഇപ്പോൾ ഇന്ന് ഞാനൊരു ഞായറാഴ്ചയാണ് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഡിസംബർ 16-ാം തീയതിയാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. അപ്പം നമ്മുടെ ഈ ഒരു പട്ടിക്കുട്ടി ശരിക്കും നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് എനിക്കൊന്ന് ഏകദേശം ഒരു 2 മാസം അങ്ങാണ്ടേ ആയിട്ടുള്ളൂ. അതും മരിച്ചത് ഈ ഒരു ഡിസംബറിലാണ്. നമുക്ക് പ്രിയപ്പെട്ടവരെല്ലാം പോയിട്ടുള്ളത് ഈ ഒരു ഡിസംബറിലാണെന്ന് തന്നെ പറയാം. ഇനിയൊരു വീഡിയോ കൂടി ഞാൻ അതിൻ്റെ നേരത്തെ സെറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചതാണ്. പാട്ട ഈറ്റിൻ്റെ ഡേ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ പട്ടിക്കുട്ടിയുടെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കരുത് പട്ടിക്കുട്ടി മരിച്ചതാണ് കേട്ടോ. അതിനിടയ്ക്ക് പല പല കുസൃതികളും അത് കാണിച്ചിട്ടുണ്ട്. എനിക്ക് പട്ടിയൊന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണ്. പക്ഷേ നമ്മുടെ അടുത്തേക്ക് അത് വന്ന സമയത്ത്, അത് ജനിച്ച് കഴിഞ്ഞ സമയത്ത്, അത് രാത്രിയിലൊക്കെ ആണെങ്കിൽ അത് കരയുന്ന സമയത്ത് ഞാൻ രാത്രിയിലൊക്കെ ഇറങ്ങിപ്പോയി നോക്കും അതിനെന്താ പറ്റുക. ചില സമയത്ത് കാണാതെ എവിടെയെങ്കിലും കസേരയുടെ അടിയിലൊക്കെ നിൽക്കുന്നത്, വിടവിൽ നിന്ന് ഇങ്ങനെ പോകാൻ പറ്റാത്ത രീതിയിൽ. അന്ന് അതിൻ്റെ കണ്ണ് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അതിനെ രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, അതിനൊരു ഡപ്പ കുടുങ്ങിയിട്ട് ഫുള്ളായിട്ട് കിടക്കുകയാണ്. എനിക്ക് എന്തോ ഒരു ഉച്ച സമയത്ത് അതിൻ്റെ അടുത്തോട്ടൊന്ന് പോകണമെന്ന് തോന്നി. നോക്കിയപ്പോൾ അത് ചെറുതായിട്ട് ശ്വാസം പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. ഫുള്ളിങ്ങനെ കവർ ചെയ്തൊരു പാട്ടയ്ക്കകത്ത് കയറി കിടക്കുക. അപ്പോഴും ഞാൻ പോയി രക്ഷപ്പെടുത്തി. എൻ്റെ അച്ഛൻ മരിച്ച ആ ഒരു കാര്യങ്ങളെല്ലാം നേരിട്ട് ഞാൻ കണ്ട ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അന്ന് അച്ഛൻ നമ്മുടെ കൈവിട്ട് പോയി. ആ ഒരു പട്ടിക്കുട്ടി വന്ന സമയത്ത് അതിനെ എന്തെങ്കിലും പറ്റുന്നൊക്കെ സമയത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും പറ്റിയാലും അതിനെ രക്ഷപ്പെടുത്തണമെന്നൊരു മനസ്ഥിതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഈ ഒരു അവസ്ഥ വന്നപ്പോഴും എൻ്റെ അച്ഛന് അവസാനത്തെ ആ ഒരു സമയം അതുപോലെയാണ് എനിക്കൊരു പട്ടിക്കുട്ടിയെ കണ്ടപ്പോഴും തോന്നിയത്. അച്ഛനെയോ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ ഈ പട്ടിക്കുട്ടിയെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിച്ചു. നന്നായിട്ട് പമ്പിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും രക്ഷപ്പെടുത്താനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളോട് പറയുന്നത് തന്നെ, എനിക്ക് അവിചാരിതമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളൊരു പട്ടിക്കുട്ടിയാണ്. ഞാൻ അതിനെ കെയർ ചെയ്തു. പലരും ഇതിന് മുന്നത്തെ വീഡിയോയിൽ പലരും പറയുന്നുണ്ട് ആ പട്ടിക്കുട്ടിയെ നോക്കണം. ഇപ്പോഴും കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട്, പട്ടിക്കുട്ടിയെ നോക്കണം, കെയർ ചെയ്യണം, നന്ദിയുള്ളതാണ്. വളരെ ശരിയാണ്, നന്ദിയുള്ള പട്ടിക്കുട്ടി തന്നെയായിരുന്നു. ഒരു കുട്ടി നമ്മുടെ വീട്ടിൽ ഏണിയെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ഏണിയെടുക്കാൻ വന്ന സമയത്ത് ഇത് ഒരിടത്തോരുന്ന് ഓർമ്മയാണേ, അതിനെ കണ്ടപ്പോൾ തന്നെ ഇത് 2-3 കൊര, എന്തിനാ ഇങ്ങോട്ട് വന്നെന്നുള്ള രീതിയിൽ. അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലൊരു കാവൽക്കാരനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വന്നതാണ്. പിന്നെ എനിക്കറിയത്തില്ല എന്താ പറ്റിയതെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ചിലപ്പം ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങളോ മണ്ടത്തരങ്ങളോ ഒക്കെ കാണാം. അതിൽ പട്ടിക്കുട്ടിയെ വളർത്തുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇതുപോലെ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ അത് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ ശ്രദ്ധിക്കുക. അതിനെ അടക്കിയിട്ടൊന്നുമില്ല കേട്ടോ, അതവിടെ ഉണ്ട്. അപ്പോൾ അത് എവിടെയെങ്കിലും അതിനെ അടക്കണം. ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ട്
അവനെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യരുത്. എനിക്കത് കാണുമ്പം ഞാൻ എന്തായാലും യൂട്യൂബ് തുറക്കുമ്പോൾ ആ കമൻറ്റ്സ് കാണും. അപ്പോൾ അത് എനിക്ക് മാനസികമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളെല്ലാവരും അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. പെൺപട്ടിയുണ്ട്, അത് ഇനിയും പ്രസവിക്കാൻ വേണ്ടിയിട്ട് കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക.